ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 സരബലബ ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കേണ്ട ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്. 1 കൊരിന്തോസ് അതിൻ്റെ 8-ാം അധ്യായം 6-ാം വചനം. നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. ഹല്ലേലൂയ. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ആരാധിക്കുന്ന നിമിഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗസ്ഥനായ അപ്പൻ നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാട്ടിൽ ചെന്നപ്പോൾ ഒരു വിഭാഗത്തിൽ പങ്കെടുത്തപ്പോൾ ആ വിഭാഗത്തിൽ പങ്കെടുത്ത വൈദികൻ പറഞ്ഞ ഒരു കാര്യം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് കണ്ടിന്യൂ ചെയ്യുകയാണ്. തൻ്റെ സുഹൃത്തുക്കളാണ് ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന രണ്ടുപേരും ആ വൈദികനോടൊപ്പം അംഗൻവാടി തൊട്ട് 12-ാം ക്ലാസ് വരെ +2 വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഈ വൈദികൻ മകനറിയാം 17 വർഷമായിട്ട് ഇവർ പ്രണയിച്ച മക്കളാണ്. അവരൊരുമിച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്, വിവാഹം കഴിക്കുകയാണ്. 17 വർഷമായുള്ള കാത്തിരിപ്പ്. അവർ വിവാഹം കഴിച്ചപ്പോൾ ആ വൈദികൻ പറഞ്ഞ ഒരു കാര്യം, തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങളെ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കുന്നത്. ഈ സ്വപ്നം ഇവിടെ അവസാനിക്കരുത്. ഇനിയും നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവമഹത്വത്തിനായി കൊടുക്കണമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ സ്വപ്നങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അനേകം ചോദ്യങ്ങളുമായിട്ടായിരിക്കാം നമ്മൾ ഒരു പക്ഷേ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ദൈവം ഇന്ന് പറയുകയാണ്, എൻ്റെ നാമം നിങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരായി ആ വൈദികൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങള്, ഈ ലോകത്തിന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ സ്വപ്നങ്ങളില്, എൻ്റെ പ്രശ്നങ്ങളില്, എൻ്റെ ദുഃഖങ്ങളില് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഓരോ സ്തുതിപ്പുകളും ദൈവനാമ മഹത്വത്തിനായി നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം വലതുകരം ഉയർത്തി ഇപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ വചനം ഒന്ന് ഏറ്റുപറയുകയാണ്. 1 കൊരിന്തോസ് അതിന്റെ 8-ാം അധ്യായം 6-ാം വചനം. നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ഹല്ലേലൂയ. ഈശോയെ ആരാധന ഹല്ലേലൂയ. അഭിഷേകം ഇവിടെ നിറയ്ക്കണമേ. വിശ്വാസം കൊണ്ട് നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ. ഒന്ന് ചിരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാടി ദൈവത്തെ ഒന്ന് പുഞ്ചിരിച്ചേ. പിതാവായ ദൈവത്തിന് നിങ്ങളുടെ പുഞ്ചിരി ആവശ്യമാണ്. നിങ്ങൾ ഈശോയെ ഒന്ന് സ്നേഹിച്ചേ. നമുക്ക് വേണ്ടി നമ്മളെ നിലനിർത്തുന്ന, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, നമ്മളിലേക്ക് പ്രത്യാശ പകർന്ന ആ ഈശോയെ ഒന്ന് സ്നേഹിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ. സഹോദരങ്ങളെ, കൈകളൊന്ന് കോർത്തു പിടിച്ചേ. നിങ്ങളുടെ അടുത്തുള്ളവരുടെ കൈകളൊന്ന് കോർത്തു പിടിച്ചേ. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പിതാവായ ദൈവത്തിന്റെ ഹിതം, പുത്രനായ യേശുവിന്റെ ഹിതം, പരിശുദ്ധാത്മാവ് ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു തരികയാണ്. പിതാവിന്റെ ദൈവം മഹത്വപ്പെടുവാൻ, പിതാവായ ദൈവം മഹത്വപ്പെടുവാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മഹത്വപ്പെടുവാൻ, ദാമ്പത്യ ജീവിതത്തെ മഹത്വപ്പെടുവാൻ, കുടുംബജീവിതത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മളായിരിക്കുന്ന ദ്വീപ സാഹചര്യങ്ങൾ മഹത്വപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ഉയർത്തി, കൈകളൊന്ന് ഉയർത്തി പിടിച്ചേ, ഒന്ന് പാടിക്കേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പാടിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ, സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ, നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ആരാധന സ്തുതിച്ചേ, കൈകളെടുത്ത് സ്തുതിച്ചേ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നിലവിളിച്ചേ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വം അറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വീശണമേ. റൂഹായേ 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 കാറ്റായി വീശണമേ. റൂഹായേ റൂഹായേ കാറ്റായി വീശണമേ. റൂഹായേ റൂഹായേ കാറ്റായി വീശണമേ. റൂഹായേ 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 കാറ്റായി വീശണമേ. റൂഹായേ റൂഹായേ അയക്കണമേ. റൂഹായേ റൂഹായേ അയക്കണമേ. റൂഹായേ 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 അയക്കണമേ. റൂഹായേ റൂഹായേ ശക്തി അയക്കണമേ. റൂഹായേ റൂഹായേ ശക്തി അയക്കണമേ. റൂഹായേ 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 ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മഹത്വം നമ്മളെ ഈ ലോകത്ത് നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ. ശക്തീകരിക്കണ പരിശുദ്ധാത്മാവ്. റൂഹായേ റൂഹായേ സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക്, നിറയണമേ. സ്നേഹിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക്, റൂഹായേ റൂഹായേ ശാന്തതയില്ലാത്ത അവസ്ഥയിലേക്ക്, റൂഹായേ റൂഹായേ തകർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് റൂഹായേ റൂഹായേ വിളിച്ചേ പരിശുദ്ധാത്മാവ്. എന്നിൽ നിറയണമേ. പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുവാൻ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 2009 മുമ്പ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലുള്ള ആര് സ്തുതിച്ച് പ്രാർത്ഥിക്കാലും എനിക്കിഷ്ടമല്ലായിരുന്നു. 2001 UK ഞാൻ കടന്നു വരുന്നത്. ഈ ലോകത്തിൻ്റെ നേഴ്സായി ഈ ലോകത്തിലേക്ക് കടന്നു ഒരു മണ്ടന്മാർ ലണ്ടനിൽ വന്നതുപോലെ ഞാൻ വന്നു. എന്നാൽ അത് മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിത പങ്കാളി 2003 വിവാഹം കഴിച്ചു. ആദ്യം കണ്ട പെണ്ണായതുകൊണ്ട് വിവാഹം കഴിച്ചതുകൊണ്ട് അവൾ അർഹിക്കുന്ന സ്നേഹമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ ദൈവം വിളിച്ച വിളിയോട് ചേർന്ന് ആദ്യമൊക്കെ എന്നോട് ഇച്ചിരി മല്ല് പിടിച്ചെങ്കിലും അത് നടക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ പ്രാർത്ഥന തൻ്റെ ആദ്യ ശൈലിയായിരുന്ന പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു എന്ന് നിലവിളിച്ച് ലിസി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ മാന്യമായ ദാമ്പത്യ ജീവിതമായിരുന്നു. അപ്പോൾ പുറത്തു പോയി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നൈറ്റ് വിജിലൊക്കെ അന്ന് ചെറിയ നൈറ്റ് വിജിലുകളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളി കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അത് കഴിയുമ്പോൾ ലിസി കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കും നൈറ്റ് വിജിലൊക്കെ. അത് സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങിപ്പോകും കൊച്ചിനെയും കൊണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞു, എൻ്റെ കുടുംബത്തിന് നീ നാണക്കേട് ഉണ്ടാക്കരുത് ഇങ്ങനെ കരഞ്ഞ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭയങ്കര അരോചകമായിരുന്നു എനിക്ക്. 2009 ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അവരുടെ പ്രാർത്ഥന മൂലം, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലം, പൂർവികരുടെ പ്രാർത്ഥന മൂലം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിച്ചു. മറ്റൊരു പരിശുദ്ധാത്മാഭിഷേകം എന്നിലേക്ക് കടന്നു വന്നു. ഈശോയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചു. അന്നു മുതൽ ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ കരയുന്ന വ്യക്തിയല്ലായിരുന്നു. ഇപ്പോൾ ആരെന്തു പറഞ്ഞാലും കരയും. അവളെക്കാളും കൂടുതൽ ഉറക്കെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങളിവിടെ നിൽക്കുന്ന ഓരോരുത്തർ ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അവര് ദൈവത്തെ തിരസ്കരിക്കുന്നതായിരിക്കും തോന്നുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയായിരിക്കാം. ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടിയായിരിക്കാം. സഭാ അധികാരികൾക്ക് വേണ്ടിയായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ കൈവിടുകയില്ല. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഇത്രയും ശാഠ്യം നിറഞ്ഞ ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക്, ഞാനൊരു പെർഫെക്റ്റ് ഒന്നുമല്ല, 1% പോലും വളർന്നുവെന്ന് വാദിക്കുന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും ആസ്വദിക്കുവാൻ ദൈവം ആ മാനസാന്തരത്തിലൂടെ എന്നെ അനുവദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ കരുണയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവം നമ്മളോടൊപ്പമുണ്ട് എന്ന തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആ കരുണയെ ആസ്വദിക്കണം. അത് നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചന വായനയിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 3 യുവാക്കന്മാരുടെ കീർത്തനം. അതിൻ്റെ 3-ന്റെ 3-ാം അധ്യായം 1-2 വചനം ഇപ്രകാരമാണ് പറയുന്നത്. അവര് തീച്ചുളയിൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തിന് കീർത്തനം പാടുകയാണ്. ഹല്ലേലൂയ. ഇപ്രകാരം പറയുന്നു, അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തീജ്വാലകളുടെ മധ്യേ നടന്നു. അസ്രിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 3:25 പറയണേ, ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച് കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസ്രിയായോടും കൂട്ടുകാരോടും കൂടി നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലകളങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല, അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയത്ത്, ആരാധന സമയത്ത്, വിശുദ്ധ കുർബാന മധ്യ സമയത്ത്, വിശുദ്ധ കുമ്പസാരത്തിലെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചാൽ നമുക്ക് തോന്നുകയില്ല. എന്നാൽ അഗ്നിയുടെ നടുവിലൂടെയും ജലകണങ്ങളാൽ ആ അഗ്നി ഏക്കാത്ത വിധം ദൈവം നമ്മളെ കാത്തുപരിപാലിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വരമുയർത്തി കൈകളുയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ 3 യുവാക്കളൊക്കെ ദൈവം സംരക്ഷിച്ച പോലെ 4-മനായി നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഒന്ന് കൈകൾ ഉയർത്തിക്കേ, മടി കൂടാതെ. നമ്മുടെ പ്രശ്നങ്ങള് ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല. സാധ്യമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ദൈവത്തിന് അസാധ്യമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ദൈവത്തിന് മുമ്പിലില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വിശുദ്ധ കുർബാനയില്, ഒരുപക്ഷെ വിശുദ്ധ കുമ്പസാരത്തില്, അതുപോലെ തന്നെ വചന ശുശ്രൂഷയിലെ ആരാധന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ ഏറ്റുപറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏറ്റുപറയാൻ പറ്റിയെന്ന് വരികയില്ല. ദൈവസന്നിധിയിലെ കൈകൾ ഉയർത്തി വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 Thank you, Jesus. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ച്, കൈകളടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ അഗ്നിക്കടയിലേക്ക് ജലകണങ്ങളായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. വലിയ സംരക്ഷണം. കൈകളടിച്ച് കാലുമൊക്കെ മാറ്റിവെച്ചെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങിയിടണമേ. അഭിഷേകം, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പോലെ പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങിയിടണമേ. അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ശിഷ്യരിലഗ്നി പകർന്നതുപോ, ശിഷ്യരില
നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സഹോദരങ്ങളെ, പൗലോസും ശീലാസും ആമം വെച്ച കൈകളുമായിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ് തലവറയിൽ. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഒന്നി വന്ന് ആമം വെച്ച കൈകൾ ബന്ധസ്ഥമായിരുന്ന ബന്ധനസ്ഥത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവം അവരെ വിടുതൽ നൽകി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആമം വെച്ച ഒരു അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പേടിക്കേണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ആഗ്രഹിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഇസ്രായേലിനെ അത്ഭുതകരമായ മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ നീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിനെ കൈകൾ ഉയർത്തി ദൈവത്തെ മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ നീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ സർവീസും പാവനറൂഹായായി നീ വരണേ. ഈ സർവീസും പാവനറൂഹായായി നീ വരണേ. കൃപയായി വരണേ. പറന്നിറങ്ങണമേ. ശിഷ്യരിറങ്ങി പകർന്നതുപോ അങ്ങോട്ട് പരസ്പരം നോക്കിക്കേ. നിങ്ങൾ അപ്രയപ്രയമുള്ളവരൊന്ന് പരസ്പര സ്നേഹത്തോടെ നോക്കിയേ. ഒന്ന് പുഞ്ചിരിച്ചേ. അങ്ങോട്ടും ഒന്ന് ചിരിഞ്ഞേ. പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് പോലെ നിങ്ങളും ചലിക്കേ. നിങ്ങളുടെ കുടുംബജീവിതത്തില്, നിങ്ങളുടെ സമൂഹത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയണമെങ്കിൽ നമ്മൾ ചലിക്കണം. ഒന്ന് നോക്കിക്കേ. സ്നേഹത്തോടെ അഭിഷേകം